ചാത്തന്നൂരിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു. തിങ്കളാഴ്ച രാവിലെ തിരുവനന്തപുരത്തേക്ക് പോയ KSRTC ഡീലക്സ് ബസ് അപകടത്തിൽപ്പെട്ടു. മഴയായതോടെ റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞതിനാൽ റോഡും കുഴികളും തിരിച്ചറിയാത്ത സ്ഥിതിയാണ്. അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ ഇടപെടണമെന്ന ആവശ്യമുയർന്നിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ 6 മണിയോടെ തിരുവനന്തപുരം ഡിപ്പോയിലെ ATC 153 സൂപ്പർ ഡീലക്സ് എയർ ബസ് ആണ് അപകടത്തിൽപ്പെട്ടത്. 38ഓളം യാത്രക്കാരുമായാണ് ബസ് കുഴിയിൽ വീണത്. നിലമ്പൂർ ഡിപ്പോയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു ബസ്. റോഡിലെ കുഴിയിൽ വെള്ളം നിറഞ്ഞിരുന്നത് കാണാതിരുന്നതാണ് അപകടത്തിന് കാരണമായത്. തുടർന്ന് യാത്രക്കാരെ മറ്റൊരു വാഹനത്തിൽ കയറ്റിവിടുകയായിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി സമാനമായ രീതിയിൽ നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത്. ദേശീയപാത അതോറിറ്റിയുടെ കരാറുകാരുടെ അശ്രദ്ധ പ്രധാന കാരണമായി നാട്ടുകാർ പറയുന്നു. നമ്മുടെ ചാത്തന്നൂരിൽ നിരവധി അപകടങ്ങളാണ്. ഈ മാസം തന്നെ ഒരു 6 വണ്ടി KSRTC അതേടക്ക് 2 വീലറുകാര് കാറുകാര് എല്ലാവരും കൂടെ ഈ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെളിയിൽ പുതഞ്ഞ് അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. നിരവധി വാഹനങ്ങൾ ചെയിൻ ഇട്ട് പിടിച്ചിട്ടാണ് നമ്മൾ JCB അറേഞ്ച് ചെയ്തിട്ടാണ് പിടിക്കുന്നത്. റോഡ് സൈഡിൽ ഇവർക്ക് ഒരു റെഡ് ബാരിക്കേഡോ റിബണോ വെച്ച് കെട്ടിമറക്കാതെയാണ് ഇവരുടെ പണികൾ നടക്കുന്നത്. ചാത്തന്നൂർ വികസന സമിതി ഇതിന് നല്ല രീതിയിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികൾക്കെല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ചാത്തന്നൂരിൽ തുടർക്കഥയാകുന്നത്. ചാത്തന്നൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട്. എങ്കിലും ചാത്തന്നൂർ പ്രദേശത്തെ അപകടങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന അധികൃതരുടെ നിഷ്ക്രിയത്വത്തിൽ നാട്ടുകാരിൽ പ്രതിഷേധവുമുണ്ട്. പ്രദേശത്ത് ബാരിക്കേഡുകളോ സേഫ്റ്റി റിബണുകളോ സ്ഥാപിച്ചാൽ ഏറെക്കുറെ അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും. എന്നാൽ നിർമ്മാണം നടത്തുന്ന കമ്പനി ഇതിന് തയ്യാറാകുന്നില്ല. ദേശീയപാതയിൽ ചാത്തന്നൂർ തിരുമുക്ക് ഭാഗത്ത് 200 മീറ്ററോളം നീളത്തിലാണ് അപകട സാധ്യതയുള്ളത്. പ്രദേശത്ത് അപകട സൂചന നൽകുന്ന ബോർഡുകളോ ഒന്നും തന്നെ സ്ഥാപിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നിലവിൽ സർവീസ് റൂട്ടുകളിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങളും മണിക്കൂറുകളോളം യാത്രാ ദുരിതം നേരിടുന്നു. ചാത്തന്നൂരിൽ അപകടങ്ങൾ പതിവായ സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ചാത്തന്നൂർ.